ഹായ് സ്റ്റുഡൻസ്. ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ആണ് ഡിസ്കസ് ചെയ്തത്. എന്തായിരുന്നു ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത് F is equal to Gm1m2 by d square. ഇതാണ് നമ്മുടെ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ പറയാൻ പോണത്, നമ്മളിവിടെ ഒരു എർത്തിന്റെ സർഫസ് കൺസിഡർ ചെയ്യാണ്. ഇത് നമ്മുടെ എർത്ത് ആണെന്ന് കൺസിഡർ ചെയ്തു. ഇത് നമ്മുടെ എർത്ത് സർഫസ്. ഈ എർത്ത് സർഫസിൽ നിന്ന് ഒരു ഡിസ്റ്റൻസിൽ, അതായത് എർത്ത് സർഫസിനോട് തൊട്ട് മുകളിലൊരു സർഫസിലായിട്ട് ഒരു ബോഡി നിൽക്കുന്നുണ്ട്, ഒരു സ്റ്റോണ്. ഇത് നമ്മുടെ എർത്ത് സർഫസ്. ആ എർത്ത് സർഫസിനോട് നിയർ ആയിട്ട് മറ്റൊരു സർഫസ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്, തൊട്ടടുത്തുള്ളൊരു മറ്റൊരു സർഫസ്. ആ സർഫസിലാണ് നമ്മുടെ സ്റ്റോൺ നിൽക്കുന്നത്. ഇതെന്താണ്? ഇത് നമ്മുടെ എർത്താണ്. ഈ ക്യാപിറ്റൽ ലെറ്റർ എം എന്ന് പറയുന്നത് എർത്തിന്റെ മാസും, അതേപോലെ സ്മോൾ ലെറ്റർ എം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോണിന്റെ മാസുമാണ്. അപ്പൊ ഇത് വെച്ച് നമ്മുടെ അട്രാക്റ്റീവ് ഫോഴ്സ്, അതായത് നമ്മുടെ ഈ ലോ ഓഫ് ഗ്രാവിറ്റേഷനിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് നമുക്കൊന്ന് എഴുതി നോക്കാം. ഇവിടെ നമ്മള് ഈ എർത്ത് സർഫസിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് നമ്മളോട് ഉദ്ദേശിക്കുന്നത് F is equal to mg ആണ്. G എന്ന് പറഞ്ഞാല് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇതാണ് നമ്മുടെ എർത്ത് സർഫസിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ്. അപ്പൊ നമ്മളിവിടെ ഈ എഫിന്റെ സ്ഥാനത്ത് mg എന്നുള്ള വാല്യൂ കൊടുത്തു നോക്കണം. അപ്പൊ എന്ത് വരും? mg is equal to G m1 m2 എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? രണ്ട് ബോഡിയുടെ മാസാണ്. അപ്പൊ ഇവിടുത്തെ രണ്ട് ബോഡി ഏതൊക്കെയാണ്? ഒന്ന് എർത്തും മറ്റൊന്ന് സ്റ്റോണും ആണ്. അപ്പൊ എർത്തിന്റെ മാസ് നമുക്കറിയാം ക്യാപിറ്റൽ ലെറ്റർ എം ആണ്, സ്റ്റോണിന്റെ മാസ് സ്മോൾ ലെറ്റർ എം ആണ്. അപ്പൊ m1 m2 സ്ഥാനത്ത് നമുക്ക് m സ്മോൾ ലെറ്റർ m എന്ന് കൊടുത്തു ബൈ. അതേപോലെ തന്നെ ഇതിന്റെ ഡിസ്റ്റൻസ് നമ്മൾ r എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് എർത്തിന്റെ സെന്ററിൽ നിന്ന് സർഫസിലേക്കുള്ള ഡിസ്റ്റൻസ് ക്യാപിറ്റൽ ലെറ്റർ r. നമ്മൾ ഡിന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു? r² കൊടുത്തു. ഇനി ഈ സ്മോൾ ലെറ്റർ എമ്മും ഈ സ്മോൾ ലെറ്റർ എം ഒന്ന് ക്യാൻസൽ ചെയ്തു. ബാക്കി എന്താ വരിക? G is equal to Gm by r². അല്ലേ? ഇതിൽ G നമുക്കറിയാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അതിന്റെ വാല്യൂ നമുക്കറിയാം. ഈ ക്യാപിറ്റൽ ലെറ്റർ G, അതായത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ വാല്യൂ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. പിന്നെ ഇതിൽ ക്യാപിറ്റൽ ലെറ്റർ M എന്ന് പറഞ്ഞാൽ എന്താണ്? എർത്തിന്റെ മാസ് ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എർത്തിന്റെ മാസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. അതിന് വേണ്ടി എന്ത് ചെയ്യാം? ഈ ക്യാപിറ്റൽ ലെറ്റർ എമ്മിനെ ഒരു സൈഡിൽ നിർത്തിയിട്ട് ബാക്കിയുള്ള ടേംസിനൊക്കെ ഈക്വൽ ടുവിന്റെ മറ്റേ സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പൊ എം ഇവിടെ നിന്ന് കഴിഞ്ഞ ബാക്കി എന്തുണ്ടാവും? ഈ ബൈ r² ഇങ്ങോട്ട് വരുമ്പോ ഇൻറ്റു r². അപ്പൊ G ഇൻറ്റു r² ബൈ ഇൻറ്റു G എന്നുള്ളത് ഈക്വൽ ടു സൈഡിലേക്ക് വരുമ്പോ ബൈ G അല്ലെ? ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇതിലുള്ള ഓരോ വാല്യൂസ് ഒന്ന് കൊടുത്തു നോക്കാം. ജിന്റെ വാല്യൂ എന്താണ്? G is equal to, ഇതൊക്കെ കോൺസ്റ്റന്റ് വാല്യൂസ് ആണ്, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ബാക്കി r എന്ന് പറഞ്ഞാല് റേഡിയസ് ആണ്, റേഡിയസ് ഓഫ് ദ എർത്ത്. റേഡിയസ് ഓഫ് ദ എർത്ത് എന്ന് പറഞ്ഞാല് ഇത്രയും കിലോമീറ്റർ ആണ്. അപ്പൊ ഇതിന് നമുക്ക് എന്ത് ചെയ്യണം? കിലോമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. എത്ര കിലോമീറ്റർ ആണ് ഒരു മീറ്റർ? സോറി, എത്ര മീറ്റർ ആണ് ഒരു കിലോമീറ്റർ? 1000 മീറ്റർ ആണ് എന്ത്? ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ കിലോമീറ്ററിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? ഇൻറ്റു 1000. ഇൻറ്റു 1000ന്റെ സ്ഥാനത്ത് നമുക്ക് 10⁻³ എന്ന് കൊടുത്തു. ഇനി അതേപോലെ തന്നെ ഇവിടെ കാൽക്കുലേഷൻ സിമ്പിൾ ആക്കാൻ വേണ്ടി നമ്മളിവിടെ നമ്മൾ 6.3 ആക്കി കൊടുക്കുകയാണ്. ഇപ്പൊ 6.3 എന്ന് എഴുതുന്ന സമയത്ത് എന്ത് എഴുതേണ്ടി വരും? ഇവിടെ 10ന്റെ പവർ 3 കൂടും. അപ്പൊ 10⁻6 ആകും. 6.38 into 10⁻6. 6.38 into 10⁻6 മീറ്റർ. ഇതാണ് നമ്മുടെ റേഡിയസ് ഓഫ് ദ എർത്ത് എന്ന് പറയുന്നത്.
പിന്നെ ജി, അതായത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ജി, അത് നമുക്കറിയാം. ജി is equal to 6.67 into 10 raised to -11. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഈ ഓരോ വാല്യൂസ് ഒന്ന് കൊടുത്തു നോക്കാം. ജിന്റെ സ്ഥാനത്ത് 9.8 into ക്യാപിറ്റൽ ലെറ്റർ ആറിന്റെ സ്ഥാനത്ത് 6.38 into 10 raised to 6 divided by 6.67 into 10 raised to -11. അപ്പൊ നിങ്ങൾ ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ആ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആൻസർ കിട്ടും. ആ ആൻസർ ആണ് നമ്മുടെ എർത്തിന്റെ മാസ്. മനസ്സിലായോ? എർത്തിന്റെ മാസ് കാണാൻ വേണ്ടി നമ്മൾ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. ആ ഇക്വേഷനിലുള്ള എല്ലാ വാല്യൂസും എന്താണ്? കോൺസ്റ്റന്റ് വാല്യൂസ് ആണ്. അപ്പൊ ആ കോൺസ്റ്റന്റ് വാല്യൂസിന്റെ ഓരോ വാല്യൂസ് നമ്മൾ കൊടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കിട്ടി. ഇനി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. ആ ആൻസർ ആണ് എന്ത്? എർത്തിന്റെ മാസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി അതേപോലെ തന്നെ ഇതില് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മൾ ജി ആണെന്ന് പറഞ്ഞു അല്ലെ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ആണ്. അങ്ങനെയാണെങ്കിൽ ജി കാണാനുള്ള ഇക്വേഷൻ ജി is equal to gm/r² ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് അതുകൂടെ ഒന്ന് ചെയ്ത് നോക്കാം, കറക്റ്റ് ആൻസർ കിട്ടുന്നുണ്ടെന്നുള്ളത്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാറ്റലൈറ്റ്സിനെ കുറിച്ചിട്ടാണ്. ഈ സാറ്റലൈറ്റിനെ കുറിച്ച് നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ സാറ്റലൈറ്റ്സ് മെയിൻ ആയിട്ട് എന്താണ് സാറ്റലൈറ്റ്സ് എന്ന് പറഞ്ഞാല്, എ സാറ്റലൈറ്റ് ഇറ്റ് ഇസ് ആൻ ഒബ്ജെക്ട് റിവോൾവിംഗ് അറൌണ്ട് എ പ്ലാനറ്റ്. എ സാറ്റലൈറ്റ് ഈസ് ആൻ ഒബ്ജെക്ട് റിവോൾവിംഗ് അറൌണ്ട് എ പ്ലാനറ്റ്. സാറ്റലൈറ്റ്സ് ആർ ടു ടൈപ്സ്. സാറ്റലൈറ്റ് എത്ര ടൈപ്സ് ഉണ്ട്? ടു ടൈപ്സ് ഉണ്ട്. ഒന്ന് നാച്ചുറൽ സാറ്റലൈറ്റ്സ് ആൻഡ് സെക്കൻഡ് വൺ artificial satellites. Satellites is an object moving around a planet. That have two types. That is natural satellites and artificial satellites. What is natural satellites? Natural satellites എന്ന് പറഞ്ഞാല് നാച്ചുറൽ സാറ്റലൈറ്റ്സിന്റെ എക്സാമ്പിൾ ആണ് എന്ത്? മൂണ്. നമ്മുടെ എർത്തിന്റെ ഒരു സാറ്റലൈറ്റ് ആണ് ഇത് മൂൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ മൂൺ ഒരു നാച്ചുറൽ സാറ്റലൈറ്റ് ആണ്. ഈ നാച്ചുറൽ സാറ്റലൈറ്റ്സിന്റെ ഒക്കെ ഓർബിറ്റൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. ഈ ഓർബിറ്റൽ വെലോസിറ്റി ഒന്നുമില്ല, ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. ഈ മൂണിന്റെ ഓർബിറ്റൽ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ അതിന്റെ പീരീഡ് ഓഫ് റെവല്യൂഷൻ ഒന്നും ചേഞ്ച് ചെയ്യില്ല. പക്ഷെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് എന്ന് പറഞ്ഞാല് ഇറ്റ് ഇസ് എ മാൻമെയ്ഡ് ഒബ്ജെക്ട്. അതായത് ഓരോരുത്തർ ഉണ്ടാക്കുന്ന ഒബ്ജക്റ്റ് ആണ് എന്ത്? ഈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഹൈറ്റ് എബവ് ദ എർത്ത്. അത് എർത്തിൽ നിന്ന് ഒരു നിശ്ചിത അകലം പാലിച്ചിട്ടായിരിക്കും ആ സാറ്റലൈറ്റ്സ് നിൽക്കുന്നുണ്ടാവുക. അപ്പൊ ഈ സാറ്റലൈറ്റ്സിന്റെ ഈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിന്റെ ഓർബിറ്റൽ വെലോസിറ്റിയും അതേപോലെ തന്നെ പീരീഡ് ഓഫ് റെവല്യൂഷനും ഒക്കെ നമ്മൾ കണ്ടുപിടിക്കാൻ പോണത് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഉപയോഗിച്ചിട്ടാണ്. ഈ നാച്ചുറൽ സാറ്റലൈറ്റ്സിന്റെ ഓർബിറ്റൽ വെലോസിറ്റി അല്ലെങ്കിൽ അതിന്റെ റേഡിയസ് ഒക്കെ നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട്. നാച്ചുറൽ സാറ്റലൈറ്റ്സിന്റെ കേസിൽ ഇറ്റ് റിവോൾവ്സ് അറൌണ്ട് ദ എർത്ത് ഓൾമോസ്റ്റ് circular orbit of radius 3.84 into 10 raised to 5 kilometer with a period of about 27.3 days. പക്ഷെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിന് കോൺസ്റ്റന്റ് വാല്യൂ ഇല്ല. അപ്പൊ അത് നമ്മൾ കണ്ടുപിടിക്കുക. അതുപോലെ പീരീഡ് ഓഫ് റെവല്യൂഷനും ഓർബിറ്റൽ വെലോസിറ്റിയും കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്ത് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോണത്. അപ്പൊ സാറ്റലൈറ്റ്സ് ടു ടൈപ്സ് ആണുള്ളത്, നാച്ചുറൽ സാറ്റലൈറ്റ്സും ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സും. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിന്റെ ഓർബിറ്റൽ വെലോസിറ്റിയും അതേപോലെ പീരീഡ് ഓഫ് റെവല്യൂഷനും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഒന്ന് നോക്കാം. നമ്മള് ഈ സാറ്റലൈറ്റ്സിന്റെ അതായത് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിന്റെ ഓർബിറ്റൽ വെലോസിറ്റി
കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ അതിനു മുമ്പായിട്ട് എന്താണ് ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ഇവിടെ നോക്കാം. ദ വെലോസിറ്റി വിത്ത് വിച്ച് എ സാറ്റലൈറ്റ് മൂവ്സ് ഇൻ എ ക്ലോസ്ഡ് ഓർബിറ്റ് ഈസ് കോൾഡ് ഓർബിറ്റൽ വെലോസിറ്റി. അതായത് ഒരു സാറ്റലൈറ്റിന് അതിന്റെ ഓർബിറ്റിൽ റിവോൾവ് ചെയ്യണം അല്ലെ. ആ റിവോൾവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെലോസിറ്റി വിളിക്കുന്ന പേരാണ് എന്ത്? ഓർബിറ്റൽ വെലോസിറ്റി. The velocity with which a satellite moves in a orbit is called orbital velocity. ഇനി ഇവിടെ നോക്കുക. ഇവിടെ നമ്മൾ ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഈ ഫിഗറിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത് ഇത് എർത്ത്. ആ എർത്തിന്റെ മാസാണ് ക്യാപിറ്റൽ എം എന്ന് കാണിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ എർത്തിന്റെ റേഡിയസ് ആണ് എന്ത്? ക്യാപിറ്റൽ ലെറ്റർ ആർ. ഇനി ഇവിടെ നമ്മള് ഈ എർത്തിൽ നിന്ന് ഒരു എച്ച് ഹൈറ്റ് ഡിഫറൻസിൽ, അതായത് എർത്തിന്റെ സർഫസിൽ നിന്ന് ഒരു എച്ച് മീറ്റർ അകലെ, ഒരു എച്ച് എന്നുള്ള ഹൈറ്റ് അകലെ എന്ത് ചെയ്യാണ്? മറ്റൊരു സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ആ സർഫസിലാണ് നമ്മുടെ സ്റ്റോണ്, ഒരു ബോഡി കൺസിഡർ ചെയ്ത്, ഒരു സ്റ്റോൺ എന്നുള്ളത് കൺസിഡർ ചെയ്യുന്നത്. ആ സ്റ്റോണ് കാണിച്ചിട്ടുണ്ട്. ആ സ്റ്റോണിന്റെ മാസാണ് എന്ത്? സ്മോൾ ലെറ്റർ എം എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മുടെ ഒരു എർത്ത് സർഫസ് ആണ്. ആ എർത്ത് സർഫസിന്റെ മാസ് ആണ് എന്ത്? ക്യാപിറ്റൽ ലെറ്റർ എം എന്ന് പറയുന്നത്. ആ എർത്ത് സർഫസിന്റെ റേഡിയസ് ക്യാപിറ്റൽ ലെറ്റർ ആർ ആണ്. ഈ എർത്ത് സർഫസിൽ നിന്നും മുകളിലേക്ക് ഒരു എച്ച് ഹൈറ്റ് ഡിഫറൻസില് ഒരു മറ്റൊരു സർഫസ് കാണിച്ചിട്ടുണ്ട്. ആ സർഫസിലാണ് നമ്മുടെ സ്റ്റോണ് നിൽക്കുന്നത്. ഇനി നമുക്ക് നോക്കാം ഓർബിറ്റൽ വെലോസിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇവിടെ നോക്കാം. കൺസിഡർ എ സാറ്റലൈറ്റ് ഓഫ് മാസ് എം. അതായത് ഇവിടെ നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതാണ്. കൺസിഡർ എ സാറ്റലൈറ്റ് ഓഫ് മാസ് എം റിവോൾവിംഗ് റൗണ്ട് ദ എർത്ത് ഓഫ് മാസ് ക്യാപിറ്റൽ ലെറ്റർ എം ആൻഡ് റേഡിയസ് ആർ. ലെറ്റ് ദ സാറ്റലൈറ്റ് ബി റിവോൾവിംഗ് അറ്റ് എ ഹൈറ്റ് h above the surface of the earth. The necessary centripetal force for rotation is provided by the gravitational force if v is the velocity of the satellite. അതായത് ഈ സാറ്റലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണ് എന്ത്? അവിടുത്തെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യാൻ പോണത് ഇതിന്റെ സെൻട്രിപിറ്റൽ ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഒന്ന് എഴുതി നോക്കുകയാണ്. അപ്പൊ നമുക്ക് ആദ്യം എഴുതി നോക്കാം. ഈ സെൻട്രിപിറ്റൽ ഫോഴ്സ് നമ്മള് കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ചൊരു കാര്യമാണ്. സെൻട്രിപിറ്റൽ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻസ് ഒക്കെ 3 ടൈപ്സ് ഓഫ് ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സെൻട്രിപിറ്റൽ ഫോഴ്സ് കാണാനുള്ളത് നമുക്കറിയാം. സെൻട്രിപിറ്റൽ ഫോഴ്സ് കാണാനുള്ള കോമൺ ഇക്വേഷൻ ആണ് എന്ത്? Centripetal force is equal to mv square by r. ഓർമ്മയുണ്ടോ? നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. സെൻട്രിപിറ്റൽ ഫോഴ്സ് ഈക്വൽ ടു mv സ്ക്വയർ ബൈ r ആണ്. ഇത് നമ്മൾ ചെയ്യാൻ പോണത് ഇവിടെ നോക്കുക. ഈ r എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഡിസ്റ്റൻസ് ആയിരുന്നു. ഇവിടെ ഡിസ്റ്റൻസ് എന്താണ്? ഈ സെന്ററിൽ നിന്ന് എർത്തിന്റെ സർഫസ് വരെ ഡിസ്റ്റൻസ് ആറും അതേപോലെ സ്റ്റോൺ വരെ ഉള്ളത് എച്ചും ആണ്. അപ്പൊ ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ആർ പ്ലസ് എച്ച് ആണ്. അപ്പൊ നമുക്ക് അതൊന്ന് കൊടുത്തു നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ പ്ലസ് എച്ച്. ഇനി അതേപോലെ തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനുള്ള ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ജി m1 m2 ബൈ ഡി സ്ക്വയർ ആയിരുന്നു. ഇവിടെ എന്താണ്? m1ന്റെ സ്ഥാനത്ത് ക്യാപിറ്റൽ ലെറ്റർ എമ്മും m2ന്റെ സ്ഥാനത്ത് സ്മോൾ ലെറ്റർ എമ്മും, ഡിസ്റ്റൻസ് ഡിന്റെ സ്ഥാനത്ത് ആർ പ്ലസ് എച്ച്. നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇവിടെ നമുക്ക് ജി എം ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഇനി നമ്മൾ ഈ ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം കൂടി ഒന്ന് ഇക്വേറ്റ് ചെയ്ത് വെക്കാം. ഇക്വേഷൻ നമ്പർ 1 ആൻഡ് 2 എന്ത് വരും? എം വി സ്ക്വയർ ബൈ
ആർ പ്ലസ് എച്ച് ഇസ് ഈക്വൽ ടു എന്താണ് GMM ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ. ഇങ്ങനെയാണ് വരിക. ഇവിടെ നോക്കുക, ഇവിടെ ഒരു എമ്മും ഇവിടെ ഒരു എമ്മുണ്ട്, ക്യാൻസൽ ആയി പോയി. നമ്മൾ എന്താണ് കണ്ടുപിടിക്കാൻ പോണത്? ഓർബിറ്റൽ വെലോസിറ്റി ആണ് കണ്ടുപിടിക്കാൻ പോണത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഓർബിറ്റൽ വെലോസിറ്റി എന്താണ്? v ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് വേണ്ടത് vക്ക് ഒരു ഇക്വേഷൻ ആണ് നമ്മൾ ഇതിന് കണ്ടുപിടിക്കാൻ പോണത്. അപ്പൊ vനെ നമ്മൾ എന്ത് ചെയ്യാം, ഒരു സൈഡിൽ നിർത്തിയിട്ട് ബാക്കിയുള്ള ടേംസിനൊക്കെ ഈക്വൽ ടുവിന്റെ മറ്റേ സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ v സ്ക്വയറിന് നമുക്ക് അവിടെ നിർത്താം. ബാക്കി എന്തൊക്കെയുള്ളത്? ഇവിടെ നമുക്കൊരു GM ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ ഉണ്ട്. അതേപോലെ ഇവിടെ എന്തുണ്ട്? ബൈ ആർ പ്ലസ് എച്ച് ഉണ്ട്. ഇത് ഇങ്ങോട്ട് പോകുമ്പോ ഇൻറ്റു ആർ പ്ലസ് എച്ച്. ഇപ്പൊ എന്ത് ചെയ്യാം, ഇതിലൊരു ആർ പ്ലസ് എച്ചും ഈ ഒരു ആർ പ്ലസ് എച്ചും ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു GM ബൈ ആർ പ്ലസ് എച്ച്. നമുക്ക് വേണ്ട എന്താണ്? വിന്റെ വാല്യൂ ആണ്. ഇത് v സ്ക്വയർ ആണ്. അപ്പൊ v സ്ക്വയറിൽ നിന്ന് v എങ്ങനെ കണ്ടുപിടിക്കാം? സ്ക്വയർ ഇങ്ങോട്ട് വരുമ്പോ റൂട്ട് ആവും. അപ്പൊ v is equal to root of GM by r plus h. ഇങ്ങനെ ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോണത്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു if g is the acceleration due to ഗ്രാവിറ്റി. നമ്മൾ നേരത്തെ എഴുതിയ കാര്യമാണിത്. ഇതിൽ നമുക്ക് ജിക്കുള്ള ഒരു ഇക്വേഷൻ നമുക്ക് അറിയായിരുന്നു. ജി സീക്വൽ നമ്മൾ നേരത്തെ എഴുതിയതാണ്. ജി സീക്വൽ ടു GM ബൈ ആർ സ്ക്വയർ എന്നുള്ളത്. ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 3 കൊടുത്തു. ഇതിന് GM ഒരു ഇക്വേഷൻ എഴുതിക്കൂടെ? GM ഇസ് ഈക്വൽ ടു എന്ത് വരും? ഈ ബൈ ആർ സ്ക്വയർ ഉള്ളത് ഇങ്ങോട്ട് വരുമ്പോ ഇൻറ്റു ആർ സ്ക്വയർ ആയി. ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ 4 കൊടുത്തു. ഇത് നമ്മൾ ഈ ഇക്വേഷൻ നമ്പർ 4 3 കൊടുത്തു നോക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ നമ്പർ 4 ഇൻ 3. അപ്പൊ എന്ത് വരും? 3 കൊടുക്കുക എന്ന് പറഞ്ഞാൽ GMന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? G ആർ സ്ക്വയർ കൊടുക്കുക. ബാക്കിയെല്ലാം അതേപോലെ തന്നെ. v is equal to root of G ആർ സ്ക്വയർ ബൈ ആർ പ്ലസ് എച്ച്. അപ്പൊ റൂട്ട് ഓഫ് ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 6 ആണ്. അപ്പൊ അതിന് നമുക്ക് പുറത്തെടുത്തിട്ട് ബാക്കിയുള്ള ടൈമിലൊക്കെ റൂട്ടിന്റെ ഉള്ളിൽ എഴുതാം. അപ്പൊ എന്ത് വരും? v is equal to r into root of g by r plus h. അപ്പൊ ഇതാണ് എന്ത്? ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് എ സാറ്റലൈറ്റ്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ക്വസ്റ്റ്യൻ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോബ്ലത്തിൽ പറയും എർത്തിന്റെ സർഫസിൽ നിന്ന് എത്ര ഹൈറ്റ് ഡിഫറൻസിലാണ് നമ്മുടെ ബോഡി നിൽക്കണം എന്നുള്ളത് ക്വസ്റ്റ്യനിൽ പറയും. അപ്പൊ അതിനനുസരിച്ചിട്ട് എച്ചിന്റെ സ്ഥാനത്ത് വാല്യൂസ് മാറ്റി കൊടുക്കുക. എന്നിട്ട് പ്രോബ്ലം ചെയ്യുക. ഓർബിറ്റൽ വെലോസിറ്റി കണ്ടുപിടിക്കാം. റേഡിയസ് നമുക്കറിയാം. നേരത്തെ പറഞ്ഞിട്ടായിരുന്നു എർത്തിന്റെ റേഡിയസ് ഇത്രയാണെന്നുള്ളത്. അതേപോലെ ജിയും നമുക്കറിയാം 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പൊ കോൺസ്റ്റന്റ് വാല്യൂസ് ഒക്കെ അതുപോലെ തന്നെ കൊടുക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. അപ്പൊ അത് നോക്കിയിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് എ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിലൊരു സ്പെഷ്യൽ കേസ് പറയാണ്. സ്പെഷ്യൽ കേസ്, അതായത് സ്പെഷ്യൽ കേസ് എന്ന് പറയണത് എന്താ വെച്ചാല്, ഇപ്പൊ ഇതാണ് നമ്മുടെ എർത്തിന്റെ സർഫസ് ഉണ്ടെങ്കിൽ ആ എർത്തിന്റെ സർഫസിൽ നിന്ന് ഒരു h ഹൈറ്റ് ഡിഫറൻസിലാണ് നമ്മുടെ ബോഡി നിൽക്കുന്നത്. ഇത് നമ്മൾ പറയുന്നത് ഈ ബോഡി നമ്മുടെ എർത്ത് സർഫസിനോട് തൊട്ട് മുകളിലായിട്ട് നിൽക്കുകയാണ്. മനസ്സിലായോ? അതായത് എർത്ത് സർഫസിന്റെ മുകളിൽ എന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ ബോഡി നിൽക്കുകയാണ് വിചാരിക്കുക. അതായത് ഹൈറ്റ് h എന്ന് പറഞ്ഞ ഹൈറ്റ് അവിടെ 0 ആണ്. h is equal to 0 ആണെങ്കിൽ
നമ്മുടെ ഇക്വേഷൻസിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരിക? അതായത് ബോഡി ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ എർത്ത് സർഫസിലാണ്. അപ്പൊ എന്താവും? എച്ചിന്റെ വാല്യൂ 0 ആകും. നേരത്തെ എങ്ങനെയായിരുന്നു? എർത്ത് സർഫസിൽ നിന്ന് ഒരു എച്ച് ഹൈറ്റ് ഡിഫറൻസിലാണ് നമ്മുടെ ബോഡി നിന്നത്. ഇപ്പൊ എവിടെ നിൽക്കുന്നത്? എർത്തിന്റെ സർഫസിലാണ്. അപ്പൊ എച്ചിന്റെ വാല്യൂ 0 ആയി. ഇപ്പൊ എച്ചിന്റെ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻസിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരിക? നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? അപ്പൊ ഇവിടെ എച്ച്, അതുപോലെ തന്നെ ഈ എർത്ത് സർഫസിൽ ഈ ബോഡി റിവോൾവ് ചെയ്യുമ്പോ എർത്തിന്റെ സർഫസിലാണ് ഈ ബോഡി നിൽക്കുന്നത്. അപ്പൊ ആ സമയത്ത് ആ ബോഡി റിവോൾവ് ചെയ്യുമ്പോ ആ ബോഡിക്ക് ഉണ്ടാകുന്ന വെലോസിറ്റി വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി. ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി. ഇനി ഇവിടെ നമ്മള് ഈ ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ്, അതായത് എച്ച് സീക്വൽ ടു 0 എന്നുള്ള വാല്യൂസ് നമ്മൾ നേരത്തെ നമ്മൾ രണ്ട് ഇക്വേഷൻ എഴുതുന്നു. വി സീക്വൽ ടു √GM/r + h എഴുതുന്നു. അതേപോലെ തന്നെ വി സീക്വൽ ടു r G/r + h. ഇങ്ങനെ രണ്ട് ഇക്വേഷൻ നമ്മള് നേരത്തെ എഴുതിയിരുന്നു. ഇത് നമ്മൾ എന്ത് ചെയ്യാണ്? എച്ചിന്റെ സ്ഥാനത്ത് 0 കൊടുത്തു വെക്കാണ്. അപ്പൊ എന്താവും വരിക? അപ്പൊ എച്ചിന്റെ സ്ഥാനത്ത് 0 കൊടുക്കണം എന്ന് പറഞ്ഞാൽ അപ്പൊ അതിന്റെ വെലോസിറ്റി ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി ആണ്. അപ്പൊ ഈ ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റിയെ നമ്മൾ V0 ആണ് റെപ്രസെന്റ് ചെയ്യുക. ഓർബിറ്റൽ വെലോസിറ്റി ആണ് നമ്മൾ V എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റിയെ V0 എന്ന് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ എന്തൊരു ഇക്വേഷൻ? √GM/r വരും അല്ലെ? അതേപോലെ തന്നെ ഇവിടെ എന്ത് വരും? V0 = r √G/r. 0 ആയി പോയി. എന്ത് ചെയ്യാ? ഇവിടെ r എന്ന് പറഞ്ഞാൽ എന്താണ്? √r² അല്ലേ? അപ്പൊ അതിന് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാനുണ്ട്. അപ്പൊ √r² √G/r ആണ്. ഇതിൽ r² ഒരു ആറും ഇതും കട്ട് ചെയ്ത് പോയി. ബാക്കി എന്ത് വരും? V0 = √GR. ഓക്കെ അല്ലേ? നമ്മൾ ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി പറഞ്ഞു, അതേപോലെ തന്നെ ഓർബിറ്റൽ വെലോസിറ്റി പറയും. അപ്പൊ ഒന്ന് നോക്കുക, ശ്രദ്ധിച്ച് നോക്കുക. അപ്പൊ സാറ്റലൈറ്റ്സ് എന്താണ്? സാറ്റലൈറ്റ്സ് രണ്ട് ടൈപ്സ് ഉണ്ട്. നാച്ചുറൽ സാറ്റലൈറ്റ്സും ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സും. ഈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിന്റെ ഓർബിറ്റൽ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ ആണ് ഇപ്പൊ നമ്മൾ ഡിറൈവ് ചെയ്തത്. അതുപോലെ തന്നെ അതിലൊരു സ്പെഷ്യൽ കേസ് പറഞ്ഞു. എച്ച് സീക്വൽ ടു 0 ആവുന്ന കേസില് ആ സാറ്റലൈറ്റ്സിന്റെ വെലോസിറ്റി എന്തായിട്ട് മാറും? ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി ആയിട്ട് മാറും. അപ്പൊ അതിനുള്ള ഇക്വേഷൻസ് എഴുതി എക്സാമിന് ചോദിക്കാറുണ്ട്. ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാറുണ്ട്. അപ്പൊ ഈ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ പ്രോബ്ലം ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് ചെയ്യാനുള്ളത് പീരിയഡ് ഓഫ് റെവല്യൂഷൻ കാണാനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അതൊന്ന് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.